സോയാ ചങ്ക്സ് ഫ്രൈയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള വഴറ്റി വരാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയെല്ലാം വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ സിമ്മിലിട്ട ശേഷം തക്കാളി വേവാനായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുത്ത സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. സോയാ ചങ്ക്സ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. സോയാ ചങ്ക്സ് നന്നായി വെന്തതിന് ശേഷം തുറന്ന് വെച്ച് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. രുചികരമായ സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡിയായി. ഇത് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ വളരെ നല്ല കറിയാണ്.